നമസ്കാരം. ഇന്ത്യ സഖ്യത്തിനോട് ഇടതുമുന്നണിയെ ബന്ധിപ്പിച്ച് നിർത്തിയിരുന്നത് CPM-ന്റെ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിയുടെ പ്രവർത്തനങ്ങളായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മരണശേഷം ആ സ്ഥാനത്തേക്ക് ഇനി ആര് എന്നൊരു ചോദ്യമാണ് ഉയർന്നു കേട്ടത്. രാജ്യത്ത് നിലവിലുള്ള ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന പട്ടം നിലവിൽ നിൽക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്നിരിക്കെ അതുകൊണ്ട് തന്നെ ഈ ഒരു സുപ്രധാന തീരുമാനം എടുക്കേണ്ടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു. പക്ഷേ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ബന്ധം എടുത്തു നോക്കുമ്പോൾ പരസ്പരം കിരിയും പാമ്പിനെയും പോലെയുള്ള ആളുകളാണ്. ആ ഒരു സുപ്രധാന തീരുമാനം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്താൽ സ്വാഭാവികമായി അത് ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു തരത്തിലുള്ള രാഷ്ട്രീയ സംസാരം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഇനി ആര് സീതാറാം യെച്ചൂരിക്ക് പകരം എന്നൊരു ചോദ്യം ശക്തമായത്. ഇതിനിടെ ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുകയാണ്. അതായത് സീതാറാം യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറി തൽക്കാലം വേണ്ട എന്ന നിലപാടിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. താൽക്കാലികമായി ഒരാൾക്ക് ചുമതല നൽകുന്ന കാര്യം മാത്രമേ പരിഗണനയിൽ ഉള്ളൂ എന്ന നേതൃത്വം വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കട്ടെ എന്നാണ് ധാരണ. പ്രകാശ് കാരാട്ടിനോ വൃന്ദ കാരാട്ടിനോ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി എന്ന ചുമതല നൽകാൻ സാധ്യതയുണ്ട്. തൽക്കാലം ഇതിന്റെ പേരിൽ പാർട്ടിയിൽ തർക്കം വേണ്ട എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. PBയിലെ പല നേതാക്കളും പ്രായപരിധി പിന്നിടുന്നതും സ്ഥിരമായ ജനറൽ സെക്രട്ടറിയെ നിയമിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട്. അടുത്ത വർഷം ഏപ്രിൽ 2 മുതൽ 6 വരെ മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ 3 ടേം പൂർത്തിയാക്കി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയാനിരിക്കെയാണ് സീതാറാം യെച്ചൂരിയുടെ ആകസ്മികമായിട്ടുള്ള മരണം സംഭവിക്കുന്നത്. 17 അംഗ CPM PBയിൽ പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, മണിക് സർക്കാർ എന്നിവർ 75 എന്ന പാർട്ടി പ്രായപരിധി കടന്നവരാണ്. യെച്ചൂരിയുടെ പകരക്കാരനായി MA ബേബി, A വിജയരാഘവൻ എന്നിവരുടെ പേരുകൾ ഉയർന്നു കേട്ടിട്ടുമുണ്ട്. 40 വർഷം മുമ്പ് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് പദവി MA ബേബി ഒഴിഞ്ഞപ്പോൾ പകരം ആ സ്ഥാനത്തേക്ക് വന്നത് സീതാറാം യെച്ചൂരിയായിരുന്നു. ഇപ്പോൾ യെച്ചൂരി ചരിത്രത്തിലേക്ക് മായുമ്പോൾ CPM ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയെ കൊണ്ടുവരും എന്നുള്ള രീതിയിൽ ചർച്ചകൾ ശക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് ആ കാര്യത്തിൽ ഒരു ചർച്ച വേണ്ട, അതിന്റെ പേരിൽ ഒരു പ്രശ്നം വേണ്ട എന്നുള്ള നിലപാടിലേക്ക് CPM എത്തുകയാണ്. ആ തീരുമാനം എടുക്കാൻ മുഖ്യമന്ത്രിയെ കൊണ്ട് സാധിച്ചില്ല എന്ന് തന്നെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ CPM-ന് ഇടതുമുന്നണിയെ അതിശക്തമായി തന്നെ ഇന്ത്യ സഖ്യവുമായി ബന്ധിപ്പിച്ച് നിർത്തിയിരുന്ന ആള് തന്നെയാണ് യെച്ചൂരി. യെച്ചൂരിയുടെ മരണത്തോടെ ഇനി ഈ ഒരു വിഷയം ആരാണ് യെച്ചൂരിക്ക് പകരം ജനറൽ സെക്രട്ടറിയായി മാറുക എന്നുള്ളൊരു ചോദ്യം ശക്തമാകുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നൊരു നേതാവാണ് വരുന്നതെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും, വലിയ വിവാദങ്ങൾക്ക് കാരണമാകും. കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും തമ്മിൽ പോര് നടക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ആരെ നിയമിച്ചാലും ആരെ നിർദ്ദേശിച്ചാലും അത് കേരള കോൺഗ്രസിന് വലിയ അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും അത് ഇന്ത്യ സഖ്യതയുടെ അടിത്തറ തന്നെ ഇളകാനുള്ള സാധ്യതയുണ്ട്. പരസ്പരം ഒരു യോജിപ്പില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പോകും. ആ ഒരു സാഹചര്യം, ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു നിലപാടിലേക്ക് CPM എത്തുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ യെച്ചൂരിക്ക് പകരം ആര് എന്നത് തൽക്കാലത്തേക്ക് തീരുമാനിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്ക് CPM എത്തുന്നതിലൂടെ വ്യക്തമാക്കുന്നത്.